തെക്കൻ ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകി. എനിക്കതിൽ സന്തോഷമില്ലെന്നും ആ പേടി സ്വപ്നം അവസാനിപ്പിക്കണമെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിലെ പ്രധാന ആശുപത്രിയായ അൽ നാസറിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകരടക്കം 20 പേരാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രിയുടെ 4ാം നിലയിലാണ് മിസൈൽ പതിച്ചത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ആക്രമണമുണ്ടായി. അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ടർ മറിയം അബു ദഗ്ഗ, അൽ ജസീറയുടെ മുഹമ്മദ് സലാമ, റോയിറ്റേഴ്സിന്റെ ക്യാമറമാൻ ഹുസം അൽ മഹ്സ്രി, മുവാസ് അബു താഹ, അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ. റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ ഹത്തം ഖലീദിന് പരിക്കേറ്റു. 2 മാസം പിന്നിട്ട യുദ്ധത്തിൽ പലവട്ടം ബോംബാക്രമണവും സൈനിക അതിക്രമവും നേരിട്ട ആശുപത്രിയാണിത്. റോയിറ്റേഴ്സിന്റെ ഹുസം മസ്രി ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുന്നതിനിടയിലാണ് ആദ്യ ആക്രമണമുണ്ടായത്. ഇവിടേക്ക് രക്ഷാപ്രവർത്തകരും മറ്റു മാധ്യമപ്രവർത്തകരും ഓടിയെത്തിയപ്പോൾ വീണ്ടും ആക്രമിച്ചു. 2 ആഴ്ച മുൻപ് അൽ ജസീറയുടെ അനസ് അൽ ഷെരീഫും മറ്റ് 4 മാധ്യമപ്രവർത്തകരും ഇസ്രായേൽ ബോംബിംഗിൽ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 192 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഇന്നലെയും ഗാസ സിറ്റി കേന്ദ്രീകരിച്ചുള്ള ബോംബാക്രമണം ഇസ്രായേൽ തുടർന്നു. കുട്ടികളടക്കം 3 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ വെടിവെപ്പിൽ 6 പേരും കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 62,686 ഉയർന്നു. അതേസമയം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചു. ഗാസയിലെ നാസർ ആശുപത്രിയിലെ ദാരുണമായ അപകടത്തിൽ ഇസ്രായേൽ അഗാധമായി ഖേദിക്കുന്നുവെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറയുന്നു. പത്രപ്രവർത്തകരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും അടക്കം എല്ലാ സാധാരണക്കാരുടെയും പ്രവർത്തനത്തെ ഇസ്രായേൽ വിലമതിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തിൽ സൈനിക അധികാരികൾ സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ യുദ്ധം ഹമാസ് ഭീകരർക്കെതിരെയാണ്. ഹമാസിനെ പരാജയപ്പെടുത്തി ബന്ദികളെ വീട്ടിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു.